PSC എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് 2020 റിവിഷൻ്റെ പാർട്ട് 4 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ 3 പാർട്ട് ചെയ്തു. അതിലിപ്പം 4ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മിക്സഡ് ചോദ്യോത്തര വേളയാണ്. ജനുവരി മുതൽ നവംബർ വരെയുള്ള കാര്യങ്ങൾ മിക്സഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസ് ഏതാണ്? അപ്പോൾ ഉത്തരം പ്രതീക്ഷയാണ്. അപ്പോൾ പ്രതീക്ഷയാണ് കേരള ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മറൈൻ ആംബുലൻസ്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. പിന്നെ ഓർക്കേണ്ട കാര്യം, മറ്റ് 2 മറൈൻ ആംബുലൻസുകൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെയുണ്ട്. ഒന്ന് കാരുണ്യാണ്, അതുപോലെ തന്നെ ഒന്ന് പ്രത്യാശയാണ്. ഇത് രണ്ടും മറൈൻ ആംബുലൻസ് തന്നെയാണ്, പക്ഷേ ആദ്യം വന്നത് പ്രതീക്ഷയാണ്. ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയാണ് കാതറീന സക്കല്ലറപ്പോലു സ്ഥാപനമേറ്റത്? അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റാണെന്ന ചോദ്യം. ഉത്തരം ഗ്രീസാണ്. ഗ്രീസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് കാതറീന സക്കല്ലറപ്പോലു. അപ്പോൾ ഗ്രീസിൻ്റെ തലസ്ഥാനം ഓർത്തു നോക്കുക, ഏതൻസ് ആണ്. അതുപോലെ തന്നെ ഗ്രീസിൻ്റെ കറൻസി യൂറോ ആണ്. ഈ 2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഓർത്തു നോക്കുക. ലോക കുരുവി ദിനം എന്നാണ്? വേൾഡ് സ്പാരോ ഡേ മാർച്ച് 20-നാണ്. മാർച്ച് 20-നാണ് വേൾഡ് സ്പാരോ ഡേ. മാർച്ച് മാസം അന്തരിച്ച സതീഷ് ഗുജറാൾ ഏത് മേഖലയിലെ പ്രശസ്തനായ വ്യക്തിയാണ്? അപ്പോൾ സതീഷ് ഗുജറാൾ ചിത്രകലയാണ്. ചിത്രകലയിലെ പ്രശസ്ത വ്യക്തിയാണ് സതീഷ് ഗുജറാൾ. ലോക സാക്ഷരതാ ദിനം എന്നാണ്? വേൾഡ് ലിറ്ററസി ഡേ എന്നാണ്. വേൾഡ് ലിറ്ററസി ഡേ സെപ്റ്റംബർ 8-നാണ്. സെപ്റ്റംബർ 8-നാണ് ലോക സാക്ഷരതാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ടത്, ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 77.7% ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക്. അതുപോലെ തന്നെ കേരളത്തിൻ്റെത് 96.2% കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉത്തരമാണ് 77.7%. അപ്പോൾ അടുത്തിടെയാണ് സാക്ഷരതാ നിരക്ക് കണക്ക് കൂട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 77.7% കിട്ടിയത്. അപ്പോൾ നേരത്തെ ഞാൻ കേരളത്തിൻ്റെ പറഞ്ഞു, അത് പ്രത്യേകം ഓർത്തു പോവുക, 96.2%. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവ് ആരാണ്? അപ്പോൾ ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദ് സ്വരൂപ്. ഗോവിന്ദ് സ്വരൂപാണ് ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണറായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മനോജ് സിൻഹയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ. ജമ്മു കാശ്മീരിൻ്റെ ആദ്യത്തെ ലഫ്റ്റനൻറ്റ് ഗവർണർ GC മുർമു ആണ്. അദ്ദേഹം ഇപ്പോൾ CAG ആണ്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് GC മുർമു ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ. രാജ്യത്തെ ആദ്യത്തെ കിസാൻ റെയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഏത് സംസ്ഥാനത്തേക്കാണ് ചരക്ക് നീക്കം നടത്തിയത്? അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ബീഹാറിലേക്കാണ് ആദ്യത്തെ കിസാൻ റെയിൽ ചരക്ക് നീക്കം നടത്തിയത്. മഹാരാഷ്ട്ര ടു ബീഹാറാണ്. ISROയുടെ 2020 ജനുവരി 17-ന് വിജയകരമായി വിക്ഷേപിച്ച GSAT-30 ഉപഗ്രഹം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? അപ്പോൾ GSAT-30 എന്ന് പറയുന്നത് വാർത്താ വിനിമയ ഉപഗ്രഹമാണ്. GSAT-30 അത് വിക്ഷേപിച്ചത് 2020 ജനുവരി 17-നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് നോക്കുക. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അത് 10th പ്രിലിംസിനും ബാധകമാണ്. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷനിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് മിക്കവാറും ISROയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫീൽഡിലേക്കും. അപ്പോൾ GSAT-30 ജനുവരി 17-നാണ് വിക്ഷേപിച്ചത്. അപ്പോൾ ഏരിയൻ 5 എന്ന ഒരു റോക്കറ്റിലൂടെയാണ് വിക്ഷേപിച്ചത്. ഏരിയൻ 5 എന്ന റോക്കറ്റാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ്. ഫ്രഞ്ച് ഗയാനയിലെ കൗറു എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിക്ഷേപിച്ചത്. ഈ 2 കാര്യങ്ങൾ ഓർത്തുവെക്കുക. അതുപോലെ തന്നെ
ഈയൊരു ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് ഉപഗ്രഹത്തെ റീപ്ലേസ് ചെയ്യാണെന്നത്. ഇപ്പോൾ ഇൻസാറ്റ് 4 എന്ന മുൻപുണ്ടായ ഉപഗ്രഹത്തിൻ്റെ മാറ്റിയിട്ടാണ് ജിസാറ്റ് 30 എന്ന പുതിയ ഉപഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ഓർത്തുക, വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 30. 72ാമത് കരസേനാ ദിനമായി ആചരിച്ചത് എന്നാണ്. അപ്പോൾ കരസേനാ ദിനം ജനുവരി 15-നാണ്. അപ്പോൾ 2020 72ാമത് കരസേനാ ദിനമാണ്. ജനുവരി 15-ആണ് കരസേനാ ദിനം. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെൻറ്റർ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം. അപ്പോൾ വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെൻറ്റർ ഗുജറാത്തിലാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് പുറത്ത് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുമായി കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഒരു പ്രൊഫഷണൽ ക്ലബ്ബുമായിട്ട് കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ബാലാദേവി. അപ്പോൾ ബാലാദേവിയാണ് ആ താരം. സ്കോട്ട്ലൻഡ് ക്ലബ്ബായ റേഞ്ചേഴ്സാണ് ഒപ്പിട്ടത്. അപ്പോൾ ഓർത്ത് നോക്കുക, സ്കോട്ട്ലൻഡ് ക്ലബ്ബായ റേഞ്ചേഴ്സുമായിട്ടാണ് ബാലാദേവി കരാറിൽ ഒപ്പിച്ചത്. 2020 ഒക്ടോബറിൽ യുനെസ്കോയുടെ ബയോസ്ഫിയർ റിസർവിൻ്റെ ലോക ശൃംഖലയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ദേശീയ ഉദ്യാനം ഏതാണ്? അപ്പോൾ പന്ന ടൈഗർ റിസർവാണ്, പന്ന നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത്. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് നോക്കുക. വോയിസ് ഓഫ് ഡിസെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റോമില താപ്പറാണ് വോയിസ് ഓഫ് ഡിസെൻറ്റ് എന്ന പുസ്തകം എഴുതിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ മിനിയേച്ചർ ട്രെയിൻ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം വേളിയാണ്, തിരുവനന്തപുരത്താണ് വേളി. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ മിനിയേച്ചർ ട്രെയിനാണ് വേളിയിൽ സ്ഥാപിതമായത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ജനുവരി മുതൽ നവംബർ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടോപ്പിക്കുകളാണ് എടുത്തിട്ടുള്ളത്. വിവിധ വിഷയങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സയൻസ്, അതുപോലെ തന്നെ രാഷ്ട്രീയം, അതുപോലെ തന്നെ കേരളം, ഇന്ത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. ഇന്ന് വൈകുന്നേരം ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് ഉണ്ട്. ഡിസംബർ 5, 6 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.